ഇത് ധാർമ്മികമായ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിലൊക്കെ നമുക്ക് വേണ്ടത് നിയമ പോരാട്ടമാണ്, നീതിയാണ്. അത് സംബന്ധിച്ച് നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോൾ അത് സംബന്ധിച്ച് രേഖകൾ പരിശോധിക്കുമ്പോൾ നിലവിലൊരു പരാതിക്കാരി ഇല്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എപ്പോഴത്തെയും കോൺഫിഡൻസ്. പരാതിക്കാരി ഉണ്ടോ? കേസ് ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്, LDF അല്ലേ സർക്കാർ, നിങ്ങൾക്ക് കേസെടുത്ത് മുന്നോട്ട് പോയിക്കൂടെ എന്നൊക്കെ ചലഞ്ച് ചെയ്യുന്നത് പരാതിക്കാരിയില്ല എന്ന പരിമിതി കാരണമാണ്. ഈ ചാറ്റുകളും ഈ സ്ക്രീൻഷോട്ടുകളും പുതിയ ശബ്ദശകലങ്ങളും ഈ ഒരു പരിമിതി ഏതെങ്കിലും രീതിയിൽ മറികടക്കാൻ സാധിക്കുന്ന ഉതകുന്ന തരത്തിലുള്ളതാണോ? ഈ കേസിനെ കൂടുതൽ ബലപ്പെടുത്താൻ ഒരു വലിയ വേഗത്തിലുള്ള മുന്നോട്ട് പോക്കിന് ഉതകുന്ന തരത്തിലുള്ള ചാറ്റുകളും ശബ്ദശകലങ്ങളുമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? സുഹൈൽ, ഇതിനകത്ത് ആധികാരികത അതല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഓൺ ചെയ്യാൻ ആളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിനകത്ത് ഉയരുന്ന ധാർമ്മികതയുടെ ഒന്നാമത്തെ ചോദ്യമുണ്ട്. അതിലേറ്റവും പ്രധാനം ആ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയാണ്. നമുക്കറിയാം, ഈ ഗർഭധാരണം അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നു, അതിനുശേഷം അത് ഒഴിവാക്കാൻ പറയുന്നു. ഗർഭം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ആ സ്ക്രീൻഷോട്ടിനകത്തും അതേപോലെ ആ ശബ്ദരേഖയിലുമൊക്കെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതിനുശേഷം അത് ഒഴിവാക്കാൻ ആ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിന് രണ്ടിനുമിടയിൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും കേൾക്കുന്ന ആളുകൾക്ക് അതിനകത്ത് ചില സംശയങ്ങളും മാത്രമല്ല പെൺകുട്ടിയുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തോന്നാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ നിയമവഴി എന്ന് പറയുന്നത്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകൾ അല്ലെങ്കിൽ ശബ്ദരേഖകൾ അതിനേക്കാൾ വളരെ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ശേഷം ഗർഭചിത്രത്തിനും അയാൾ നിർബന്ധിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അത് സ്വാഭാവികമായും ഒരു ക്രൂരമായ സംഭവമായി വിവരിക്കപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ആധികാരികത അടക്കം പരിശോധിക്കേണ്ടത് കോടതിയും അന്വേഷണ സംഘവും ഒക്കെ തന്നെയാണെങ്കിൽ കൂടി ഇതിനകത്തെ ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ ചർച്ചയായേക്കാം. കാരണം ഇതിനോടകം ഇത്രയും നാളായി ഈ വിവാദങ്ങൾ തുടങ്ങിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദരേഖ തൻ്റെയാണോ എന്ന ചോദ്യത്തിന് ഒരു പ്രോപ്പറായ മറുപടി പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ അത് തൻ്റെ അല്ല, അതല്ലെങ്കിൽ അത് തൻ്റെയാണ് എന്ന രണ്ട് മറുപടികൾക്ക് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യത്തിൽ ഒരു വിശദീകരണത്തിന് പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അത്രത്തോളം കോൺഫിഡൻസിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, മറിച്ച് ഇതിന് ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല താഴെത്തട്ടിലടക്കം ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യും. മാത്രമല്ല ശബ്ദരേഖയുടെ പ്രാധാന്യം അത് ഒന്നുകിൽ രാഹുൽ നിഷേധിക്കണം, അതല്ലെങ്കിൽ നിയമപരമായി അത് അന്വേഷണ സംഘത്തിന് അക്കാര്യത്തിൽ ആ ശബ്ദരേഖയിൽ പുറത്തു വന്ന സ്ക്രീൻഷോട്ടിൽ കൂടുതൽ അന്വേഷണവും പരിശോധനയും നടത്തേണ്ടി വരും. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.